ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോണോകോട്ട് എംബ്രയോജെനിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. നമുക്ക് സജിറ്റേറിയ ടൈപ്പ് എംബ്രയോജെനിസിസ് ആണ് പഠിക്കാനുള്ളത് മോണോകോട്ടിൽ. മോണോകോട്ട് എംബ്രയോയും ഡൈക്കോട്ട് എംബ്രയോയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? മോണോകോട്ട് എംബ്രയോയ്ക്ക് ഒരു എംബ്രയോണൽ ആക്സിസും എപ്പെക്സിൽ ഒരു സിംഗിൾ കോട്ടിലിഡനും ആണ് ഉള്ളത്. എന്നാൽ ഡൈക്കോട്ട് എംബ്രയോയിൽ രണ്ട് കോട്ടിലിഡൻസ്, എംബ്രയോണൽ ആക്സിസും രണ്ട് കോട്ടിലിഡൻസ് ലാറ്ററൽ പൊസിഷനിൽ ഒക്യുപ്പൈ ചെയ്യുന്നതാണ് ഡൈക്കോട്ട് എംബ്രയോയിൽ കാണിക്കുന്നത്. ഓക്കെ, അതിന് സ്ട്രക്ചറൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് ടൈപ്പ് ഓഫ് എംബ്രയോനും പെട്ടെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പോലും ഇതിൻ്റെ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ സിമിലാരിറ്റി കാണിക്കുന്നതാണ്. അതായത് ഡിഫറൻസ് വല്ലാണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. ഗ്ലോബുലാർ സ്റ്റേജ് വരെ എക്സാക്ട്ലി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടിലും സിമിലർ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡൈക്കോട്ട് എംബ്രയോജെനിസിസും മോണോകോട്ട് എംബ്രയോജെനിസിസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൈക്കോട്ടിലും മോണോകോട്ടിലും ഗ്ലോബുലാർ സ്റ്റേജ് വരെ ഏകദേശം എക്സാക്ട്ലി ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു കോട്ടിലിഡൻ ഫോം ചെയ്യുന്ന സമയത്ത് മോണോകോട്ടിൽ ഒരു സിംഗിൾ കോട്ടിലിഡൻ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുള്ളൂ. എന്നാൽ ഡൈക്കോട്ടിൽ രണ്ട് കോട്ടിലിഡൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്നാൽ ചില ഡൈക്കോട്ടിൽ റാനങ്കുലസിലും ചില എപ്പിയേസിയം മെമ്പേഴ്സിലൊക്കെ സിംഗിൾ കോട്ടിലിഡൻ മാത്രമേ കാണുന്നുള്ളൂ. ഇനി മോണോകോട്ട് എംബ്രയോൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് മെച്യൂർ ആയിട്ടുള്ളൊരു സീഡിൽ മോണോകോട്ട് എംബ്രയോൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മെച്യൂർ ആയിട്ടുള്ളൊരു ഡൈക്കോട്ട് എംബ്രയോനേക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. എന്നാൽ പോലും അവരുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഏർലി സ്റ്റേജസിലൊക്കെ സിമിലർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് കാണിക്കുന്നത്. നമ്മുടെ മോണോകോട്ട് എംബ്രയോജെനിസിസിൽ പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണുള്ളത്. ഒന്ന് പ്രോ എംബ്രയോ സ്റ്റേജ്, ഗ്ലോബുലാർ സ്റ്റേജ്, സ്ക്യൂട്ടല്ലാർ സ്റ്റേജ് ആൻഡ് കോളിയോപ്റ്റൈൽ സ്റ്റേജ്. ഇതിൽ ഇങ്ങനെ 4 സ്റ്റേജസിലാണ് മോണോകോട്ടിലെ എംബ്രയോജെനിസിസ് എന്ന് പറയുന്നത് നടക്കുന്നത്. ഇതിൽ പ്രോ എംബ്രയോ സ്റ്റേജും അതുപോലെ തന്നെ ഗ്ലോബുലാർ സ്റ്റേജും എന്തിലുണ്ട്, നമ്മുടെ ഡൈക്കോട്ട് എംബ്രയോയിലും കാണുന്ന സ്റ്റേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ടിപ്പിക്കൽ മോണോകോട്ട് ടൈപ്പായിട്ട് നമുക്ക് എന്ത് കാണാം, സജിറ്റിഫോളിയൻ്റെ എംബ്രയോ ഡെവലപ്മെൻറ്റിനെ നമുക്ക് ഒരു ടിപ്പിക്കലായിട്ടുള്ള മോണോകോട്ട് ടൈപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൽ സൈഗോട്ട് എന്ന് പറയുന്നത് അസിമെട്രിക്കലായിട്ടാണ് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടത്തുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു അസിമെട്രിക്കൽ ഡിവിഷനിൽ ചെറിയൊരു ടെർമിനൽ അല്ലെങ്കിൽ എപ്പിക്കൽ സെല്ലും വലിയൊരു ബേസൽ സെല്ലും ഉണ്ടാകുന്നുണ്ട്. ഈ ബേസൽ സെല്ല് എന്ന് പറയുന്നത് മൈക്രോപൈലാർ എൻഡിൻ്റെ അവിടെയാണ് കാണുന്നത്. ഇതെന്ന് പറയുന്നത് പിന്നീട് ഡിവിഷൻ ഒന്നും നടത്തുന്നില്ല. അത് ജസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ആ സെല്ല് ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്തിട്ട് ഒരു പ്രോമിനൻറ്റ് വെസിക്കുലാർ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ബേസൽ സെല്ല് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ആ ഫിഗർ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഡിവിഷൻസും കാര്യങ്ങളും പറയാം. എന്നാൽ നമ്മൾ ഡൈക്കോട്ടിൻ്റെ കേസിൽ പറഞ്ഞാൽ ബേസൽ സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു സെല്ലിൻ്റെ മേലെ ഒരു സെല്ലായിട്ട് 2 സെല്ല് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ, ബേസൽ സെല്ല് വീണ്ടും ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് 2 സെല്ല് ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ബേസൽ സെല്ല് ചെയ്യുന്നില്ല, പിന്നീട് ഡിവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് എൻലാർജ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു ഡിഫറൻസ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നീട് ടെർമിനൽ സെല്ല് ചെയ്യുന്നുണ്ട്, ട്രാൻസ്വേഴ്സ് ഡിവിഷനാണ് നടത്തുന്നത്. എന്നാലും നമ്മൾ ഡൈക്കോട്ടിൽ ടെർമിനൽ സെല്ല് വെർട്ടിക്കൽ ഡിവിഷൻ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. വെർട്ടിക്കൽ ഡിവിഷൻ നടത്തിയിട്ട് 2 ലോങ്ജിറ്റ്യൂഡിനൽ സെൽസാണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ടെർമിനലിൽ. ഓക്കെ, ഇങ്ങനെ ടെർമിനൽ സെല്ല്, എന്നാലും മോണോകോട്ടിൽ ബേസൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല, ടെർമിനൽ സെല്ല് ചെയ്യാണ് ട്രാൻസ്വേഴ്സലി ഡിവൈഡ് ചെയ്തിട്ട് 2 മാറാണ്. ഈ ഒരു സ്റ്റേജിനെ പറയുന്ന പേര് ആണ് 3 സെൽഡ് പ്രോ എംബ്രയോ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിലാണ് ഫോം ചെയ്യുന്നത്. ഇതാണ് പ്രോ എംബ്രയോ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ 3 സെൽഡ് ആയിട്ടുള്ള പ്രോ എംബ്രയോ ആണ് ഫോം ചെയ്യുന്നത്. ഇതിലെ ലോവമോസ്റ്റ് സെല്ല്, അപ്പോൾ 3 സെല്ലായി. പ്രോ എംബ്രയോൻ്റെ ലോവമോസ്റ്റ് സെല്ല് എന്ന് പറയുന്നത് 2 വെർട്ടിക്കൽ ഡിവിഷൻ നടത്തിയിട്ട്, റൈറ്റ് ആംഗിൾസിൽ 2 വെർട്ടിക്കൽ ഡിവിഷൻ നടത്തിയിട്ട് 4 സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ആ സ്റ്റേജിനെയാണ് നമ്മൾ ക്വാഡ്രന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഈ 4 സെൽസ് ട്രാൻസ്വേഴ്സലി ഡിവൈഡ് ചെയ്തിട്ട് 8 സെൽസ് ഫോം ചെയ്യും. ആ സ്റ്റേജിന് നമ്മൾ ഒക്ടൻ്റ് സ്റ്റേജ് എന്ന് പറയും. ഇതൊക്കെ നമ്മളെ ഡൈക്കോട്ട് എംബ്രയോയിലുള്ള പോലെ തന്നെയാണ് അല്ലേ. നമുക്കൊരു ക്വാഡ്രന്റ് സ്റ്റേജ് ഉണ്ടായിരുന്നു, ഒരു ഒക്ടൻ്റ് സ്റ്റേജും ഉണ്ടായിരുന്നു അല്ലേ. ഈ ഒക്ടൻ്റ് സ്റ്റേജിൽ 4 സെൽസായുള്ള 2 ടയേഴ്സ് ആയിട്ടാണ് ഈ ഒക്ടൻ്റ് സ്റ്റേജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ
ഇതിൽ പിന്നീട് എന്താണ് ഈ 8 സെല്ല് 2 ടയേഴ്സ് ഓഫ് 4 സെല്ലുകൾ, അതായത് ഈ 8 സെല്ലുകൾ പിന്നീട് എന്താണ് പെരിക്ലൈനൽ ഡിവിഷൻ നടത്തി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അതായത് ടെർമിനൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ട്രാൻസ്വേഴ്സിൽ ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലാകും. പിന്നെ നമ്മുടെ ബേസൽ സെല്ലും കൂടി ചേർത്തിട്ട് 3 സെല്ലിൻ്റെ പ്രോഎംബ്രയോ ഫോം ചെയ്യും. എന്നിട്ട് ഈ പ്രോഎംബ്രയോൻ്റെ ലോവർ മോസ്റ്റ് സെല്ലെന്ന് പറയുന്നത് 2 വേർട്ടിക്കൽ ഡിവിഷൻ നടന്നിട്ട് റൈറ്റ് ആംഗിൾസിലുള്ള ഡിവിഷൻ നടന്നിട്ട് 4 സെൽസ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ക്വാഡ്രൻ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നീട് ഈ 4 സെൽസ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് 8 സെല്ലുകൾ ഫോം ചെയ്യും. ആ 8 സെല്ലെന്ന് പറയുന്നത് 4 സെല്ലുകളുള്ള 2 ടയറായിട്ടാണ് കാണുന്നത്. ഈ 8 സെല്ല് പിന്നീട് പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും, 8 ഔട്ടർ സെൽസും 8 ഇന്നർ സെൽസും ഫോം ചെയ്യും. ഇതിൽ ഔട്ടർ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈക്കോട്ടിലെ പോലെ തന്നെ എന്താണ് ഡെർമറ്റോജൻ ഫോം ചെയ്യും. ഇന്നർ സെൽസ് എന്ന് പറയുന്നത് പെരിബ്ലമും പ്ലൂറോമും ഫോം ചെയ്യും. ഇതിൽ മിഡിൽ സെല്ലെന്ന് പറയുന്നത് എന്താണ്, അതായത് പ്രോഎംബ്രയോൻ്റെ 3 സെൽഡ് പ്രോഎംബ്രയോൻ്റെ മിഡിൽ സെല്ലെന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പർ സെല്ലും ലോവർ സെല്ലും ഉണ്ടാവും. ഇതിൽ അപ്പർ സെല്ല് റിപ്പീറ്റഡ് ഡിവിഷൻ നടത്തിയിട്ട് ഹൈപ്പോകോട്ടയിലും റൂട്ട് ടിപ്പും ഷോർട്ടായിട്ടുള്ള 3-6 സെൽഡ് 3 മുതൽ 6 വരെ സെല്ലുള്ള സസ്പെൻസർ ഫോം ചെയ്യും. പിന്നെ ലോവർ സെല്ലെന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഡിവിഷൻ നടന്നിട്ട് ലാറ്ററൽ ഷൂട്ട് അപ്പെക്സ് ഫോം ചെയ്യും. ഇതിൽ 8 സെൽസ്, ഈ ഒക്ടൻ സ്റ്റേജിലെ 8 സെൽസ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പെരിബ്ലം, പ്ലൂറോം ആൻഡ് ഡെർമറ്റോജൻ ഫോം ചെയ്യും. പിന്നീട് അത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ കോട്ടിലിഡൻ ഫോം ചെയ്യും. ഇതിൽ ലാറ്ററൽ ഷൂട്ട് അപ്പെക്സ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ലാറ്ററൽ പൊസിഷനിലായിരിക്കും. അതായത് കോട്ടിലിഡൻ്റെയും എംബ്രയോണൽ ആക്സിസിൻ്റെയും ഇടയിൽ നിന്നായിരിക്കും ഈ ലാറ്ററൽ ഷൂട്ട് അപ്പെക്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡൈക്കോട്ടിൻ്റെയും മോണോക്കോട്ടിൻ്റെയും ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈക്കോട്ട് എംബ്രയോയിൽ 2 ലാറ്ററൽ കോട്ടിലിഡൻസ് ആണ് ഉള്ളത്. മോണോക്കോട്ടിൽ ഒരു സിംഗിൾ ടെർമിനൽ കോട്ടിലിഡനാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് എന്താണ് ഡൈക്കോട്ട് എംബ്രയോയിൽ 2 ലാറ്ററൽ കോട്ടിലിഡൻസും മോണോക്കോട്ട് എംബ്രയോയിൽ ഒരു സിംഗിൾ ടെർമിനൽ കോട്ടിലിഡനുമാണ് ഉള്ളത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. പിന്നെ ഡൈക്കോട്ട് എംബ്രയോയിൽ പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് ഡിസ്റ്റലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 2 കോട്ടിലിഡൻ്റെ എന്താണ് സിമെട്രിക്കലി ലൊക്കേറ്റഡ് ആണ്. 2 കോട്ടിലിഡൻ്റെ ഇടയിൽ സിമെട്രിക്കലി ലൊക്കേറ്റഡ് ആയിട്ടാണ് എന്ത് കാണുന്നത്, പ്ലൂമ്യൂൾ കാണുന്നത്. മോണോക്കോട്ട് എംബ്രയോയിൽ ഷൂട്ട് അപ്പെക്സ് എന്ന് പറയുന്നത് ലാറ്ററൽ പൊസിഷനിലായിരിക്കും. അതുപോലെ എന്താണ് ആ എംബ്രയോ എന്ന് പറയുന്ന ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. കോട്ടിലിഡൻ എന്ന് പറയുന്നത് എന്താണ് ടെർമിനലാണ്. അപ്പോൾ ഡൈക്കോട്ട് എംബ്രയോയിൽ കോട്ടിലിഡൻ എന്ന് പറയുന്നത് ലാറ്ററലാണ്. എന്നാൽ എന്താണ് മോണോക്കോട്ട് എംബ്രയോയിൽ കോട്ടിലിഡൻ എന്ന് പറയുന്നത് എന്താണ് സിംഗിളും ടെർമിനൽ കോട്ടിലിഡനും ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ കോട്ടിലിഡൻ എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്, ടെർമിനൽ ആയിട്ടുള്ള ക്വാഡ്രൻ്റ് ഇല്ലേ, ടെർമിനൽ ആയിട്ടുള്ള ക്വാഡ്രൻറ്റിൽ സെൽസ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ കോട്ടിലിഡൻ ഫോം ചെയ്യുന്നത്. ടെർമിനൽ ക്വാഡ്രൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സെൽസ് എന്നാണ്, 2 ഡയഗണൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് സെൽസ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഒരു കോട്ടിലിഡൻ ഇവിടെ നിന്നും ഒരു കോട്ടിലിഡൻ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെല്ലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഡൈക്കോട്ടിൽ ഫോം ചെയ്യുന്നത്. എന്നാൽ മോണോക്കോട്ടിൽ സിംഗിൾ കോട്ടിലിഡൻ മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. അത് 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ആ 4 ക്വാഡ്രൻ്റ് സെല്ലിൽ നിന്ന് 4 സെല്ലും കൂടി ചേർന്നിട്ടായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. പിന്നെ മോണോക്കോട്ടിലെ എംബ്രയോയിൽ പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് ലാറ്ററലാണ്. അത് സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാവും കോളിയോപ്റ്റൈൽ ഉണ്ടാവും. പിന്നെ റാഡിക്കൽ നിന്ന് സറൗണ്ട് ചെയ്തുകൊണ്ട് കോളിയോറൈസി ഉണ്ടാവും. എന്നാൽ ഡൈക്കോട്ട് എംബ്രയോയിൽ പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് എന്താണ് ടെർമിനൽ പൊസിഷനിലാണ് കാണുന്നത്. എന്താണ് കോളിയോപ്റ്റൈലും കോളിയോറൈസിയും എന്തിൽ ആബ്സെൻ്റ് ആയിരിക്കും ഡൈക്കോട്ട് എംബ്രയോയിൽ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് എന്ത് മോണോക്കോട്ടും ഡൈക്കോട്ട് എംബ്രയോയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത് സജിറ്റേറിയ ടൈപ്പ് എംബ്രയോ ഡെവലപ്മെൻറ്റ്. നമുക്ക് ജസ്റ്റ് ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സൈഗോട്ട് എന്ന് പറയുന്നത് ബേസൽ സെല്ലും ടെർമിനൽ സെല്ലുമായിട്ട് ഡിവൈഡ് ചെയ്തു.
അസിമെട്രിക്കൽ ആയിട്ടുള്ള ഡിവിഷനാണ്. ബേസൽ സെല്ലാണ് കുറച്ചുകൂടെ എൻലാർജ്ഡ്. ഞാൻ ടെർമിനൽ സെല്ലാണ് എൻലാർജ്ഡ് ആയിട്ട് വരച്ചത്. അത് ബാക്കിയുള്ള ഡിവിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നീട് ബേസൽ സെല്ല് എന്ത് ചെയ്യും? പിന്നീട് ബേസൽ സെല്ലിന് ഡിവിഷൻ നടക്കുന്നില്ല. എന്നാൽ ഡൈക്കോട്ട് എംബ്രയോയിൽ എങ്ങനെയാണ്? ബേസൽ സെല്ല് ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെർമിനൽ സെല്ല് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലെന്താണ്? മോണോക്കോട്ടിൽ ടെർമിനൽ സെല്ല് ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 3 സെൽഡ് ആയിട്ടുള്ള പ്രോ എംബ്രയോ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? എന്നിട്ട് ഈ പ്രോ എംബ്രയോയിൽ മിഡിൽ സെല്ല് എന്ത് ചെയ്യും? മിഡിലിൽ കാണുന്ന സെല്ല് വീണ്ടും ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അപ്പർ സെല്ലും ലോവർ സെല്ലും ഫോം ചെയ്യും. പിന്നെ നമ്മുടെ ലോവർ ആയിട്ടുള്ള സെല്ലുകൾ എന്ത് ചെയ്യും? 2 വെർട്ടിക്കൽ ഡിവിഷൻ നടന്നിട്ട് ക്വാഡ്രന്റ് സ്റ്റേജ് ഫോം ചെയ്യും. പിന്നീട് വീണ്ടും ഇവിടെ ഡിവിഷൻ നടന്നിട്ട് ഒക്ടൻറ്റ് ഫോം ചെയ്യും. ഒക്ടൻറ്റിൽ വീണ്ടും ഡിവിഷൻ നടന്നിട്ട് 8 ഇന്നർ സെല്ലും 8 ഔട്ടർ സെല്ലും ഫോം ചെയ്യും. അങ്ങനെയാണ് മോണോക്കോട്ട് എംബ്രയോയിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാക്കി നമ്മുടെ ഡൈക്കോട്ടിലുള്ള പോലെ തന്നെ ഔട്ടർ ആയിട്ടുള്ള 8 സെൽസ് എന്ത് ചെയ്യും? ഡെർമറ്റോജൻ ഫോം ചെയ്യും. ഇന്നർ ആയിട്ടുള്ള 8 സെൽ ഫോം ചെയ്യും? വേരിയബിളമും പ്ലൂറോമും ഫോം ചെയ്യും. ഇതിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷനിലുള്ള ഡിഫറൻസ് ഉണ്ട്. പ്ലൂമ്യൂള് ലാറ്ററൽ ആയിരിക്കും മോണോക്കോട്ടിൽ. ഡൈക്കോട്ടിൽ ടെർമിനൽ ആയിട്ടാണ് പ്ലൂമ്യൂള് കാണുന്നത്. അതുപോലെ തന്നെ ഡൈക്കോട്ടിൽ എന്തില്ല? കോളിയോപ്റ്റൈലും കോളിയോറൈസിയും ഇല്ല. പിന്നെ മോണോക്കോട്ടിൽ മോണോക്കോട്ടിൻ്റെ കോട്ടിലിടണ പറയുന്ന പേരാണ് സ്ക്യൂട്ടെല്ലം എന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ ടെർമിനൽ ആയിരിക്കും. അത് 2 3 അല്ലെങ്കിൽ ടെർമിനൽ ക്വാഡ്രൻറ്റിൻ്റെ 4 സെൽസോ ചേർന്ന് കഴിഞ്ഞ് ഉണ്ടായതാവും ആ ഒരു സിംഗിൾ കോട്ടിലിഡൻ എന്ന് പറയുന്നത്. മറ്റേ ഡൈക്കോട്ടിൻ്റെ കേസിലാണെങ്കിൽ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 സെല്ലിൽ നിന്നായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക? കോട്ടിലിഡൻസ് ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത്രയാണ് നമ്മുടെ സജിറ്റേറിയ ടൈപ്പ് മോണോക്കോട്ട് എംബ്രയോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.